മണിരത്നത്തിൻ്റെ മോശം സിനിമയാണ്. പിന്നെ അയാൾ കുറേ കാണിച്ച സാധനം തന്നെ ഇതിനകത്ത് കമലഹാസനാണ് ഈ സിനിമയ്ക്കകത്ത് ഏറ്റവും മോശം. എന്തായാലും ഇന്ത്യൻ ടൂവിനേക്കാളും ഭേദം, അത്രേ ഉള്ളൂ. അതിനപ്പുറം ഒന്നും പറയാൻ പറ്റൂല. പടം തീർന്നില്ല, പടം തീരുന്ന മുമ്പ് നമ്മൾ ഇരിക്കാൻ പറ്റുന്നില്ല, ഓടി വന്നു. പച്ചത്തെറിയാണ് പറയേണ്ടത്, പക്ഷെ പറയുന്നില്ല. ലെജൻസ് ആയതുകൊണ്ട് മാത്രം. പക്ഷെ ആ ലെജൻസ് ഒരു കാര്യം ആലോചിക്കണമായിരുന്നു. അത് തഗ് ലൈഫ് എന്ന് പറഞ്ഞ് പേര് വിട്ടിട്ട് ഡെഡ് ലൈഫ് മോഡാണ് പടം. എനിക്കിഷ്ടപ്പെട്ടു പടം കേട്ടോ. ടു ബി ഫ്രാങ്ക്, നല്ലൊരു മൂവി കണ്ട ഒരു ഫീലായിരുന്നു. പടം കൊള്ളത്തില്ല. സെക്കൻഡ് ഹാഫ് ഒട്ടും കൊള്ളത്തില്ല സിനിമ. മണിരത്നത്തിൻ്റെ മോശം സിനിമയാണ്. പിന്നെ അയാൾ കുറേ കാണിച്ച സാധനം തന്നെ ഇതിനകത്ത് കമലഹാസനാണ് ഈ സിനിമയ്ക്കകത്ത് ഏറ്റവും മോശം. ബ്രോ, പടം ഫസ്റ്റ് ഹാഫ് കുഴപ്പമില്ലായിരുന്നു, പക്ഷേ സെക്കൻഡ് ഹാഫ് ഭയങ്കരമായിട്ട് ശോകമായിരുന്നു. വേറെ ഒരു പറയില്ല. ശോകമാണ് ഇഷ്ടപ്പെട്ടില്ല. നന്നായിട്ടുണ്ട്. പടം ഫസ്റ്റ് ഹാഫ് കൊള്ളാം, പക്ഷേ സെക്കൻഡ് ഹാഫ് തീരെ പോരാ. സ്ക്രീൻ പ്ലേ കംപ്ലീറ്റ്ലി ഔട്ട് ഓഫ് സിങ്ക്. സെക്കൻഡ് ഹാഫ് കണ്ടിട്ട് ഇത് മണിരത്നം സിനിമ ആണ് കാണുന്നതെന്ന് ഒരു ഡൗട്ടായി. തീരെ പോരാ. ഐ തിങ്ക് പടം തീർന്നില്ല, പടം തീരുന്ന മുമ്പ് നമ്മൾ ഇരിക്കാൻ പറ്റുന്നില്ല, ഓടി വന്നു. സ്ക്രീൻ പ്ലേ കംപ്ലീറ്റ്ലി ഔട്ട് ഓഫ് സിങ്ക്. ഫസ്റ്റ് ഹാഫ് നല്ല സ്ക്രീൻ പ്ലേ ആയിരുന്നു, അടിപൊളി. മണിരത്നത്തിൻ്റെ എല്ലാം ടച്ച് ഉണ്ടായിരുന്നു, നായകൻ ഫുൾ ടച്ച് ഉണ്ടായിരുന്നു. പക്ഷേ സെക്കൻഡ് ഹാഫ് ആയപ്പം മൊത്തം കൊളായി. മൊത്തം എന്ന് വെച്ചാൽ ഒന്നുമില്ല, മൊത്തം അടി. കമലഹാസനൊക്കെ നന്നായിട്ട് ചെയ്തിട്ടുണ്ട്. അതായത് വലിയ ലാഗൊന്നുമില്ല. മണിരത്നത്തിൻ്റെ പഴയ പടം പോലെ ലാഗൊന്നുമില്ല. നന്നായിട്ട് എടുത്തിട്ടുണ്ട് പടം. ചിമ്പും ജോജി ജോർജൊക്കെ സൂപ്പറായിട്ടുണ്ട്. ശോകമാണ് ബ്രോ. സ്റ്റോറി കൊള്ളൂല ബ്രോ, ഒട്ടും കൊള്ളൂല സ്റ്റോറി. നമ്മൾ വിചാരിച്ച ഒരു ലെവലും ഇല്ല പടം. മണിരത്നം എന്ന് വിചാരിച്ച് ഒന്നും STR മാത്രം കുറച്ച് പെർഫോമൻസ് കൊള്ളാം, അത്രേ ഉള്ളൂ, വേറെ ഒന്നുമില്ല. വായിക്ക് കൊള്ളൂലത്തെ പടം ബ്രോ. ചിരിച്ചോണ്ടിരുന്നു തിയേറ്റർ മൊത്തം. പറയില്ല ബ്രോ, ഇതൊക്കെ എന്തിനു പറയാ, ഇന്ത്യൻ ടൂ പോലെയൊക്കെ എടുത്ത് വെച്ചേക്കുന്നത്. പറയില്ല ബ്രോ. എനിക്കിഷ്ടപ്പെട്ടു പടം കേട്ടോ. ടു ബി ഫ്രാങ്ക്, നല്ലൊരു മൂവി കണ്ട ഒരു ഫീലായിരുന്നു. എനിക്ക് അതിനെക്കുറിച്ച് പറയാനൊന്നുമില്ല. കാര്യം ഈ BGMസിനുള്ള ഇത്രയും ക്രൗഡിൻ്റെ ഇടയിൽ ഒരു സൈലൻറ്റ് ബീജത്തിലുള്ള നല്ലൊരു ലോ ഫ്ലെയിം മൂവി, നല്ല മൂവി. എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു. നല്ല പെർഫോമൻസാണ്. കമലഹാസനും കൊള്ളാം, ചിമ്പു കൊള്ളാം, തൃഷ വിചാരിച്ചത്ര പോലെ ഒന്നുമില്ല. ബട്ട് ഇവർ തമ്മിലുള്ള ഐശ്വര്യ രാജേഷൻ ക്ലൈമാക്സ് കൊള്ളാം. ഫൈൻ, കൊള്ളാം, അത്രേ പറയുന്നുള്ളൂ. പോരാട്ടോ, സിനിമ പോരാ, ഒന്നും പറയില്ല. എന്തായാലും ഇന്ത്യൻ ടൂവിനേക്കാളും ഭേദം, അത്രേ ഉള്ളൂ. അതിനപ്പുറം ഒന്നും പറയാൻ പറ്റൂല. എന്നുവെച്ചാൽ മണിരത്നവും കമലഹാസൻ്റെ എന്നൊക്കെ കുറേ പ്രതീക്ഷിച്ചു, പക്ഷേ അതൊന്നുമില്ല. ഫസ്റ്റ് ഹാഫ് കുഴപ്പമില്ലാതെ പോയി, സെക്കൻഡ് ഹാഫ് തുളച്ചളഞ്ഞു. പച്ചത്തെറിയാണ് പറയേണ്ടത്, പക്ഷെ പറയുന്നില്ല. ലെജൻസ് ആയതുകൊണ്ട് മാത്രം. പക്ഷെ ആ ലെജൻസ് ഒരു കാര്യം ആലോചിക്കണമായിരുന്നു. നായകന് ശേഷം ഒരു പടം ഇത്രയും വർഷത്തിന് ശേഷം എടുക്കുമ്പം പ്രേക്ഷകരെ ചതിക്കാൻ പാടില്ല. തഗ് ലൈഫ് എന്ന് പറഞ്ഞ് പേര് വിട്ട് ട്രെയിലറിൽ തന്നെ സിനിമ മൊത്തം കാണിച്ചിട്ടുണ്ട്. അതല്ലാതെ സിനിമയിൽ ഒരു സാധനമില്ല. എന്നാൽ ആ ട്രെയിലർ ഇറക്കാൻ പാടില്ലായിരുന്നു, അല്ലെങ്കിൽ വീണ്ടും കണ്ടുകൊണ്ടിരിക്കുകയായിരുന്നു. ഒരു ഇമോഷൻസും പ്രേക്ഷകനായിട്ട് കൺവേ ആവുന്നില്ല. അതായത് സ്ക്രീനിൽ കഥാപാത്രങ്ങളെ കരയുകയും ആ ഒരു ഇമോഷൻസൊക്കെ കൺവേ ചെയ്യുമ്പോൾ നമുക്ക് അങ്ങോട്ട് ഇതാവണം. എല്ലാവരും വേസ്റ്റാക്കി കളഞ്ഞു. കമലഹാസൻ, ചിമ്പു, തൃഷ, കൂട്ടത്തിൽ ഭേദം ജോജുവും അഭിരാമിയുടെ റോളാണ്. കമലഹാസൻ്റെ റിയൽ ലൈഫ് ഇവിടെ എല്ലാവർക്കും അറിയാം. കാരണം ഒരു പെണ്ണിൽ മാത്രം തൃപ്തിപ്പെടില്ല, വേറെയും പെണ്ണുങ്ങൾ വേണം. ഇതിലും പറയുന്നുണ്ട് ബാക്കിയുള്ളവർക്ക് വയസ്സാകുമ്പോൾ ഷുഗറും പ്രഷറും വരുന്ന പോലെയാണ് എനിക്ക് അവിഹിത ബന്ധം. അത് പറയാനാണെങ്കിൽ ഈ സിനിമ എടുക്കേണ്ട ആവശ്യമില്ല, മനസ്സിലായില്ലേ? പിന്നെ പറഞ്ഞ് തേമ്പി പഴകിയ ഒരു കഥയാണ് പറയുന്നത്. ശരി, അത് പറഞ്ഞോ, കുഴപ്പമില്ല. പക്ഷേ നമുക്ക് എന്തെങ്കിലും ഇമോഷൻസ് കൺവേ ചെയ്യാൻ വേണ്ടി ഫസ്റ്റ് ഹാഫ് ഓക്കെ കണ്ടുകൊണ്ടിരിക്കാം. സെക്കൻഡ് ഹാഫ് തുടങ്ങിയ ഒരു സീൻ ഉൾപ്പെടെ കമലഹാസൻ ഇത് മണിരത്നം പാടുപെടുന്നു. അതായത് പ്രേക്ഷകരെ ഓരോ സിറ്റുവേഷനും സീൻസും കൺവേ ചെയ്യാൻ പാടുപെടുക. ഈവൻ സിംബു കമലഹാസൻ്റെ ആ ഒരു സ്റ്റോറിയൊക്കെ ഡെവലപ്പ് ചെയ്ത് നല്ല ഇമോഷണലായിട്ട് കൊണ്ടുവരാം. പക്ഷേ സിംബുവിനെയൊക്കെ വേസ്റ്റാക്കിയാണ്. എനിക്ക് തോന്നുന്നു DQ ഈ റോള് മാറിയത് നന്നായി തോന്നുന്നു. കാരണം DQന് ചീത്തപ്പേരായിരുന്നു. സിംബുവിനെ ഒന്നും യൂസ് ചെയ്തിട്ടില്ല. ഈവൻ തൃഷയുടെ കഥാപാത്രം, എന്തിനാ ഒരു കഥാപാത്രം ഉള്ളതിൽ കുറച്ചെങ്കിലും എനിക്ക് ഇഷ്ടപ്പെട്ടത് അഭിരാമിയും ജോജുവും കൊള്ളായിരുന്നു. ജോജുവിനെ ആയാലും എന്താ പറയുക, അങ്ങോട്ട് യൂസ് ഒന്നും ചെയ്തിട്ടില്ല. ഒരു ചുമ്മാ ഈ 2.25 മണിക്കൂറിൽ ഒരു തിയേറ്ററിൽ പ്രേക്ഷകനെ വിളിച്ചിരുത്തി അയാളെ ക്ഷമയെ പരീക്ഷിക്കുന്നതാണ്. ഇപ്പോൾ മണിരത്നത്തിൻ്റെ പടത്തിൻ്റെ ഫ്ലോയൊക്കെ നമുക്ക് മനസ്സിലാവും. പക്ഷേ ഇത് തഗ് ലൈഫ് എന്ന് പറഞ്ഞ് പേര് വിട്ടിട്ട് ഡെഡ് ലൈഫ് മോഡാണ് പടം. സത്യമായിട്ട് ഡെഡ്. വിഷമമുണ്ട്, അതിലുപരി ദേഷ്യമുണ്ട്. കാരണം നായകനൊക്കെ നമ്മളെ ക്ലാസിക് സിനിമയാണ്. അങ്ങനെ ഒരു സിനിമ എടുത്ത കോംബോ അവർ വന്നിട്ട്, കാരണം അത്രയും പ്രൊമോഷൻ ഇവർ ചെയ്തു, ഇവർ ഓരോ കാര്യങ്ങൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു. നമുക്കൊരു നല്ല സിനിമ എന്ന് പറയാൻ പറ്റില്ല. അപ്പോൾ അങ്ങനെ സാധനം വേണമെന്ന് പറയില്ല. പക്ഷേ കാണുന്ന പ്രേക്ഷകനെ കൊന്നു കളഞ്ഞു. അതുകൊണ്ടാണ് പറയാം, അത്രയും വിഷമമുണ്ട്. വെറും മോശം പടം. മണിരത്നത്തിൻ്റെ ഫിലിമോഗ്രഫിയിൽ ഇത്രയും ഒരു മോശം പടം അദ്ദേഹം ചെയ്തിട്ടില്ല.